ആ ഷമീറേ. ആ സാർ. അതൊന്നും വേണ്ടോ, അതൊക്കെ സ്റ്റേഷനിൽ പോരെ. ആ എന്നാലും അങ്ങനെ അല്ലല്ലോ ആ വാ. എന്നിട്ട് എങ്ങനെ, തനിക്ക് ഞങ്ങളുടെ സ്റ്റേഷനിൽ നാടൊക്കെ ഇഷ്ടമായോ? ആ ഇഷ്ടപ്പെട്ടൊക്കെ വരുന്നു. കേട്ട പോലെ അത്ര പ്രശ്നമുള്ള നാടൊന്നും അല്ലല്ലോ. അത് തൻ്റെ തോന്നലാണ്, വലിയ താമസമില്ലാതെ അതൊക്കെ മാറിക്കോളും. സാർ ഈ സ്റ്റേഷനിൽ കുറേ നാളായാ? സാറിന്റെ നാട് ഇവിടെ തന്നെയാണോ? ആരും മറ്റോടത്ത് നോക്കിയാടാ പറഞ്ഞില്ലല്ലടാ, അത് വെട്ടിമാടന്റെ കാറാ. എന്താടാ വൈരേ? വെട്ടിമാടനാ? അവൻ ആരാണെങ്കിൽ നമുക്കെന്താ? അവനെന്തിനാ നമ്മ പേടിക്കണേ? സാറിന് വേറെ പണിയൊന്നുമില്ലേ? പേടിക്കണം, ഇവനെ പോലുള്ളവന്മാരെ പേടിക്കണം. എന്നാലേ നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റൂ. ഈ നഗരത്തിൽ ആരൊക്കെ ഉറങ്ങണം ആരൊക്കെ ഉണരണമെന്ന് തീരുമാനിക്കുന്നത് ഇവനും ഇവന്റെ ആൾക്കാരുമാണ്. ഇവനെ പോലുള്ളവരുടെ കൂടെയാണ് ഇവിടെ നാട് ഭരിക്കുന്നവരും പോലീസും പട്ടാളവും എല്ലാം. അവനെതിരെ ഒരാളും ഒരു ചെറുവിരൽ പോലും അനക്കില്ല. ഒരു കാലത്ത് ഇവിടെ പാട്ടവർക്ക് കിടന്നവനാണ്. ഇന്ന് അവന് കോടികളുടെ ആസ്തിയുണ്ട്. പിന്നെ തന്തനയിലും വെട്ടുന്ന 3 ആൺമക്കള്. കയ്യിലിരിപ്പുകൊണ്ട് അതിലൊരെണ്ണത്തിനെ ആമ്പിള്ളേര് ചുമരി കയറ്റി. പിന്നെ വെട്ടിമാടനും മക്കൾക്കും വേണ്ടി കൊല്ലാനും ചാകാനും മടിയില്ലാത്ത കുറെ എണ്ണങ്ങൾ വേറെ. നമസ്കാരം, ഞാൻ ഡോക്ടർ കുര്യൻ. സമൂഹത്തിന് ദോഷകരമായിരിക്കുന്ന ഒരു മാഫിയയെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടിയാണ്. സിഒ ഫാർമസ്യൂട്ടിക്കൽസ്. ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. മരുന്ന് കമ്പനികളുടെ മറവിൽ പെത്തഡിൻ, MDMA തുടങ്ങിയ മയക്കുമരുന്നുകൾ ഉൽപ്പാദിപ്പിക്കുകയും അത് യുവജനങ്ങൾക്ക് വിറ്റഴിച്ച് സമൂഹത്തിന് തന്നെ ദോഷകരമാകുന്ന ഒരു മാഫിയയെക്കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കുന്നത്. ജോൺ വെട്ടിമാടൻ എന്ന നൊട്ടോറിയസ് ക്രിമിനലും അയാളുടെ മക്കളും ചേർന്ന് നടത്തുന്ന മനുഷ്യക്കുരുതിക്ക് അറുതി വരുത്തേണ്ടതുണ്ട്. ഇതാര്? ഡാക്കിട്ടറാ? ഓ, നീയാണല്ലേ വെട്ടിമാടൻ? എനിക്കറിയായിരുന്നു ഇങ്ങനെ ഇവിടെ വന്ന് ഇരിക്കേണ്ടി വരുമെന്ന്. നിങ്ങളുടെ മരുന്ന് കമ്പനിക്കെതിരെ പ്രതികരിച്ചതിന് നിങ്ങൾ എനിക്ക് വിധിക്കാൻ പോകുന്ന ശിക്ഷയെപ്പറ്റി ഞാൻ പൂർണ്ണബോധവാനാണ്. നിങ്ങൾക്കെതിരെ ജനശബ്ദം ഉയർന്നു വരിക തന്നെ ചെയ്യും. ആ വിധി നിങ്ങളെ തേടിയെത്തുകയും ചെയ്യും. ഈ സമൂഹത്തിനെ ഇനിയും വേട്ടയാടാൻ നിന്നെ അനുവദിക്കുകയില്ല. കളയടാ.
എന്താ ഡോക്ടറെ, കാര്യങ്ങൾ എന്തായി? കോടികൾ സമ്പാദിക്കാൻ നിങ്ങൾ തയ്യാറായിക്കോളൂ വെട്ടിമാടൻ സാർ. കഴിഞ്ഞ 3 വർഷത്തെ ഉറക്കമില്ലാത്ത രാത്രികളിൽ അകാന്ത പരിശ്രമത്തിനൊടുവിൽ ഞാനും എൻ്റെ ടീമും അത് കണ്ടെത്തി. നോക്ക് സാർ, ഇത് നേർപ്പിച്ച ആൽക്കലിയോ ആസിഡോ മറ്റൊന്നുമല്ല വെട്ടിമാടൻ സാർ. ഇത് എൻ്റെ തലയിൽ ഉദിച്ചു വന്ന കാളകൂടവിഷം എന്ന് വിശേഷിപ്പിക്കാവുന്ന ദ മോസ്റ്റ് പവർഫുൾ വൈറസ്. എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ പറയാം. ഇതിൻ്റെ ഒരു അംശം പോലും വേണ്ട മനുഷ്യ ശരീരത്തിലെ ആന്തരിക അവയവങ്ങൾ ഇല്ലാതാക്കുവാൻ ആദ്യം നമ്മൾ ഈ വൈറസ് ജനങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നു. വൈറസ് ബാധിച്ച് വിവശരായ രോഗികളെ ഹോസ്പിറ്റലിൽ എത്തിച്ച് ട്രീറ്റ്മെൻറ്റ് നൽകിയാലും പൂർണ്ണമായും രോഗവിമുക്തരാക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും. ഈ സിറ്റുവേഷനിൽ അഭിലാഷ്, ഇതാണ് നമ്മുടെ വജ്രായുധം. നോക്ക് സാർ, നമ്മൾ നമ്മുടെ ലാബിൽ വികസിപ്പിച്ചെടുത്ത ഈ മരുന്ന് നമ്മൾ മാർക്കറ്റിലേക്ക് എത്തിക്കുന്നു. ഇതിനു മാത്രമേ ഈ രോഗം പൂർണ്ണമായും ഭേദമാക്കാൻ കഴിയൂ. ഇതൊക്കെ എങ്ങനെ നടക്കും? അതിനും വഴിയുണ്ട് സാർ. കൊച്ചിയിലെ അഴുക്കുചാലുകളിലും മാലിന്യ കൂമ്പാരങ്ങളിലും ഓടകളിലും നമ്മൾ ഈ മരുന്ന് സ്പ്രെഡ് ചെയ്യിപ്പിക്കും. അവിടെ മുട്ടയിട്ട് പെരുകുന്ന കൊതുകുകളിലും ഈ രോഗം പടരുകയും അത് മനുഷ്യ ശരീരത്തിലേക്ക് വ്യാപിക്കുകയും ചെയ്യും. നോക്കൂ, കാണിച്ചു തരാം സാർ. അഴുക്കുചാലുകളിൽ നിന്നും വൈറസ് പറ്റിയ കൊതുകുകൾ ഒരു മനുഷ്യ ശരീരത്തിൽ കുത്തിയാൽ ഇതുപോലായിരിക്കും വൈറസ് ശരീരത്തിൽ പ്രവേശിക്കുന്നത്. ഇങ്ങനെ പ്രവേശിക്കുന്ന വൈറസ് രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളെ ഇല്ലാതാക്കുന്നു. അധികം താമസിക്കാതെ ശരീരത്തിലെ ആന്തരിക അവയവങ്ങളെയും തകരാറിലാക്കുന്നു. പക്ഷെ അതിനൊരു പ്രശ്നമുണ്ട് സാർ. നമ്മൾ ഈ മരുന്ന് സ്പ്രെഡ് ചെയ്യുന്ന സമയത്ത് ശക്തിയായ മഴ പെയ്തു കഴിഞ്ഞാൽ നമ്മൾ സ്പ്രെഡ് ചെയ്യുന്ന മരുന്ന് മുഴുവൻ കൊച്ചി കായലിലേക്കും അവിടെ നിന്ന് കടലിലേക്കും ഒലിച്ചു പോകും. നമ്മുടെ ഈ മെഡിസിൻ ഒരു ചെറിയ സൂചിയിലോ ബ്ലേഡിൻ തുമ്പിലോ മനുഷ്യ ശരീരത്തിൽ ഒരു പോറലുണ്ടാക്കി അവിടെ എത്തിക്കാൻ കഴിഞ്ഞാൽ ആ വഴിയെ നമുക്ക് വൈറസ് സ്പ്രെഡ് ചെയ്യാൻ സാധിക്കും. കൊച്ചി കാർണിവലിലെ സാർ വരാൻ പോകുന്നത്. ഇതിലും വലിയൊരു അവസരം നമുക്ക് കിട്ടാനുണ്ടോ? ചുമ്മാ വൈറസ് കുപ്പിയിലാക്കി കൊടുത്തുവിട്ടാൽ മതി സാർ. നമ്മുടെ ക്രിസ്ത്യൻ പിള്ളേരും നോക്കിക്കോളും. ക്രിസ്റ്റി, നിന്നെ സാറ് വിളിക്കുന്നുണ്ട്. വരാം. ആ, ക്രിസ്റ്റി വന്നല്ലോ. ഓക്കെ അല്ലേടാ? ഡോക്ടർ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ഞങ്ങൾ റെഡിയാണ്. പിന്നെ എത്ര ഹൈലി റിസ്ക് ആയിട്ടുള്ള കാര്യമാകുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് എന്തെങ്കിലും അറിയണ്ടേ. പിന്നെ സാറ് കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയോ? ഞങ്ങൾ പണി നടത്തിക്കോളാം. നിനക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാ ഞാൻ സെറ്റ് ചെയ്യും. കാര്യങ്ങൾ കറക്റ്റായിട്ട് നടക്കണം. നമ്മളൊരു കാര്യം ഏൽപ്പിച്ചറിയാലോ, ആ കാര്യം നമ്മ ഏറ്റി. സാർ, ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് നമ്മളാണെന്ന് കണ്ടെത്തി നമ്മളെ ഇല്ലായ്മ ചെയ്യാനും നമ്മളുടെ ഈ പ്രസ്ഥാനത്തെ ഇല്ലാതാക്കാനും ആരാലും കഴിയില്ല സാർ. പിന്നെ നമ്മളുടെ ഈ വാക്സിൻ പറയുന്ന വില തന്നു വാങ്ങാൻ ഇവിടുത്തെ സർക്കാരും പ്രൈവറ്റ് ഹോസ്പിറ്റലുകളും നിർബന്ധിതരാകും. കേട്ടോക്കാ, ഇതാ അവരുടെ പ്ലാൻ. കാശ് കിട്ടി എന്ത് തന്തയില്ലാത്തവരും കാണിക്കുന്ന 18-നും 30-നും ഇടയിൽ പ്രായമുള്ള കുറെ തന്തയില്ലാ കുരുപ്പലുണ്ട് അവന്മാരയിൽ. അവന്മാർ ചെയ്തു കൂട്ടുന്ന പ്രവൃത്തികളുടെ കോൺസിക്വൻസസ് എന്താണെന്ന് മനസ്സിലാക്കാൻ ചിന്തയില്ലാത്ത കുറെ നാറികൾ. നിയമങ്ങൾ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് കഴിഞ്ഞ കുറേ അനുഭവങ്ങൾ കൊണ്ട് വ്യക്തം. ഇനി നിങ്ങളുടെ ഊഴമാണ്. ചരക്ക് കരക്കെത്തിക്കണമെന്ന് മാത്രമേ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ. അതിനുള്ളിൽ എന്താണെന്ന് ഞങ്ങൾക്ക് അറിയില്ല ഏട്ടാ. കുറച്ച് ചില്ലറ അടയൊന്ന് ചോദിച്ച് ചെയ്തോളാ. ഇവന്മാരുടെ വായിൽ നിന്ന് ഇതി കൂടുതലൊന്നും കിട്ടുമെന്ന് തോന്നണില്ലക്ക. നമുക്കാണെങ്കിൽ ഇനി അധികം സമയമില്ല. ചാഞ്ഞാടിയാലും ചരിഞ്ഞാടിയാലും അഴിഞ്ഞാടാണ്ട് നോക്കണം. മനസ്സിലായ? അഥവാ അഴിഞ്ഞാടിയ അരിഞ്ഞോളണം. സാറെന്തായാലും എൻ്റെ പിള്ളേരെ പുറത്തിറക്കാനുള്ള ഏർപ്പാട് നോക്ക്. ബാക്കി കാര്യങ്ങളെന്ന് വെച്ചാൽ ഞങ്ങൾ നോക്കിക്കോളാം. മുള്ളിനെ മുള്ളുകൊണ്ടു എടുക്കണം. അത് തൂമ്പ കൊണ്ട് എടുക്കാനുള്ള ഗതികേട് വരുത്തരുത്. സാറ് കേട്ടോ? ശരിക്ക, എന്നെ കൊണ്ടാവുന്നതൊക്കെ ഞാൻ ചെയ്യാം. എല്ലാം നോക്കി കണ്ടും വേണം. ഞാൻ പൊക്കോട്ടെ.
കോയ് പണ്ടാറ പോസ്റ്റാണ് ട്ടാ. അവന്മാരെ ഇറങ്ങിയിട്ടില്ല. ഇപ്പൊ ഇറങ്ങാതാ പറഞ്ഞേ. കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം. തിരിതാഴും സൂര്യൻ കണ്ണീർ തൂകി കരയുടെ മാറിൽ നിന്നകന്നു പോകാൻ കഴിഞ്ഞു പോ ഒരു കാലമേ തിരിച്ചു വരുമോ വെഞ്ചിറകിലേറാ പകലും രാത്രിയും ഞാൻ തരവേ പരിഭവം എന്നും നീ ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ കുക്കു, ഹാപ്പി ബർത്ത്ഡേ ടു യു. എന്താ വന്ന എല്ലാരും വന്നേ. നമുക്ക് എല്ലാവർക്കും കൂടി ഒരു സെൽഫി എടുക്കാം. ഓക്കെ. പക്ഷെ ഇപ്പൊ ട്രെൻഡ് റീൽസ് ആണ്. എന്നാ പിന്നെ നമുക്ക് റീൽസ് എടുക്കാം. റാണിയിൻ മുഖമേ രസിപ്പതിൽ സുഖമേ റാണിയിൻ മുഖമേ രസിപ്പതിൽ സുഖമേ പൂരണ നിലവോ പുന്നകൈ മലരോ പൂരണ നിലവോ പുന്നകൈ മലരോ അഴകിனை വടിത്തേ അമുദத்தை കുടിത്തേ நனைக்க குடித்தே ராஜாவின் നിനക്ക് ഫോൺ വന്നേക്കണ്. സുരേഷ് ഗോപിയാണെന്ന് തോന്നണം. പറയടാ. എടാ നീ വിടാതെ പിടിച്ചോ, ഞാൻ ഇപ്പൊ വരാം. മിസ്സാക്കല്ലേ ട്ടാ. ഓക്കെ ഓക്കെ ഗൈസ്, ഞാൻ ഇപ്പൊ വരാം. ഹായ്, നല്ലൊരു ഞായറാഴ്ച നീ എവിടെ പോണിയാണ്? അവള് പോട്ടാ, അവള് പോയി തകർക്കട്ടെ. നീ തീർച്ചയായും. ലഹരി മാഫിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോയൊരു കുഞ്ഞാട് എന്നോട് കുമ്പസരിക്കാൻ വെയിറ്റിംഗ് ആണ്. അതുകൊണ്ട് ഞാൻ പോയേ പറ്റുള്ളൂ ദിനേശ. ഒരു ബ്രേക്കിംഗ് ന്യൂസ് ഒപ്പിച്ചിട്ട് വരാം. ഓരോ പ്രാവശ്യം കുമ്പസാര ഇന്റർവ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ഏടാകടോട് ഉണ്ടാക്കിട്ട് വരും. എന്നിട്ട് നമ്മൾ വന്നോണം പോയി തീർക്കാൻ. അതുകൊണ്ട് ഇപ്പൊ എന്താണ് എന്റെ നേർക്ക് നോക്കാറില്ല. കരടി നസീറിന്റെ മോളെന്ന് പറഞ്ഞാ അന്ത ഭയുറുക്കണം. പിന്നെ വാടി മോളെ, നിന്റെ തന്ത നിന്റെ തന്തയുടെ കൂട്ടുകാരും ഇവിടുത്തെ ഗുണ്ടകളാണല്ലോ. മിസ്റ്റർ ബ്രോഡാഡി സെക്യൂരിറ്റീസ് എന്ന് പറയും മലയാളത്തില് അംഗപരിരക്ഷകർ. ഓക്കെ, എന്തായാലും സംസാരിച്ച് നിൽക്കാൻ സമയമില്ല. ഞാൻ പോയിട്ട് വരാം. ഓക്കെ അപ്പാ, ഓവർ ആവല്ലേട്ടാ. പോയിട്ട് ഷെയർ കൊണ്ടുപോണ നോക്കണ്ട. ഓക്കെ, നമസ്കാരം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് എറണാകുളം സ്വദേശി വിഷ്ണുവാണ്. വിഷ്ണുവിന് നമ്മളോട് പറയാനുള്ളത് ലഹരി മാഫിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് അതിജീവിച്ച് അതിജീവനത്തിന്റെ കഥയാണ്. അപ്പൊ നമുക്ക് വിഷ്ണു എന്താ പറയാനുള്ളതെന്ന് കേൾക്കാം. പറയൂ വിഷ്ണു. എനിക്ക് പറയാനുള്ളത് പതുക്കെ പതുക്കെ ചെറുപ്പത്തിലെ ഈ മുറിവീടിയൊക്കെയാണ് അതൊക്കെയാണ് വലിച്ചോണ്ടിരുന്നത്. പിന്നെ അത് കൂട്ടുകാർ കൂടി സിഗരറ്റ് വലിയായി, പിന്നെ എന്താ പറയുക കഞ്ചാവിലോട്ട് മാറി. അത് കഴിഞ്ഞ് ഇപ്പോൾ കൂട്ടുകാർ പറഞ്ഞ് ഇതൊന്നല്ലടാ MDMA എന്ന് പറഞ്ഞ സാധനമുണ്ട്. പിന്നെ ഞാൻ ചോദിച്ചു എന്താ സംഭവം എന്ന് വെച്ച് അമ്മ പറഞ്ഞ് അടിച്ചോക്ക്. എന്നിട്ട് ഞാൻ അടിച്ച് പിന്നെ സ്റ്റാമ്പായി. രക്ഷയില്ല, അതില്ലാതെ ഒരു നിമിഷം നടക്കാൻ പറ്റില്ല. പിന്നെ എന്താ പറയുക, നമുക്ക് മോഷണായി. ഇതൊക്കെ മേടിക്കാൻ കാശിലായപ്പോൾ മോഷണായി. ബൈക്കൊക്കെ മോഷ്ടിക്കലായിരുന്നു. അങ്ങനത്തെ ഓരോരോ പരിപാടികളായിരുന്നു. പിന്നെ അങ്ങനെ നിൽക്കുമ്പോഴാണ് സാധനം കിട്ടാണ്ടായപ്പോൾ വെട്ടിമാടെന്ന് പറഞ്ഞൊരു ടീമുണ്ട് അവിടെ. പുള്ളിയുടെ അടുത്ത് പോയത്. പുള്ളി എന്ന് പറഞ്ഞ രക്ഷയില്ല, ഒടുക്കത്തെ ടീമാണ്. പിന്നെ അവർ കൂടെ അങ്ങോട്ട് കുറച്ചാൾ നടന്ന് പിന്നെ എനിക്ക് തോന്നി വേണ്ട, റിസ്ക്കാണ് അവർ കൂടെ പോണത്. കാരണം വെച്ചാൽ ആരും മനസ്സിലാവണില്ല, അമ്മനെ പെങ്ങളെയും ഒന്നും മനസ്സിലാവില്ല ഈ സാധനം അടിച്ചിട്ട്. പിന്നെ ഞാൻ അവരെ നിന്ന് എസ്കേപ്പായിട്ട് പോകുന്നതാണ്. ഇപ്പം ഒരു കണക്കിന് ഇവിടെ എത്തി, ലൈഫ് സെറ്റപ്പ്. അപ്പൊ വിഷ്ണു പറഞ്ഞു വരുന്നത് ഈ വെട്ടിമാടെന്ന് പറഞ്ഞ ആളാണോ ഇവിടെ MDMA കഞ്ചാവ് മയക്ക് മരുന്ന് ഇതൊക്കെ സപ്ലൈ ചെയ്യുന്നത്? പിന്നല്ലാണ്ട് വെട്ടിമാടെന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ ടീമാണ്. നമുക്ക് സ്വപ്നം കാണാൻ പറ്റൂല. പല ബിസിനസ് ഉണ്ട് അവർക്ക്, ഇല്ലീഗലായിട്ട് ഒരുപാട് ബിസിനസ് ഉണ്ട്. ഞാനൊക്കെ രക്ഷപ്പെട്ടു പോകുന്നതാണ് ഭാഗ്യം.
അപ്പോൾ വിഷ്ണു പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ വെട്ടിമാടനെ പോലെയുള്ള വൻ മാഫിയകളാണ് ഇവിടെ നമ്മുടെ നാട്ടിൽ മയക്കുമരുന്നായ MDMA ഉൽപ്പാദിപ്പിക്കുന്നതും വിറ്റഴിക്കുന്നതും. ഇവരിതുവരെ പിടിക്കാനോ അല്ലെങ്കിൽ അവർക്കെതിരെ എന്തെങ്കിലും നടപടി എടുക്കാനോ നമ്മുടെ ഇവിടുത്തെ നിയമത്തിനോ പോലീസിനോ കഴിയുന്നില്ല. എന്തുകൊണ്ട്? ഇതിനുത്തരം തരേണ്ടത് നിങ്ങളാണ്. എനിക്കവിടെ തുടരാൻ വലിയ താല്പര്യമൊന്നുമില്ല. ആ സാറേ വരൂ, ഇരിക്കൂ. കുറച്ച് ലേറ്റ് ആയി പോയി. ആ അത് ചെയ്യുന്നില്ല. ഇതാണ് ഞാൻ പറഞ്ഞ ഡോക്ടർ. ഹലോ സിനി ഡോക്ടർ. ചേച്ചി, ഇത് ലാബിലെ എടുത്തിട്ടുണ്ട്. കയ്യിലുണ്ടോ? ഇവിടെ ഉണ്ട്. നോക്കട്ടെ. ഇതാണ് ഞാൻ പറഞ്ഞ സാധനം. ഞാൻ അധിക സമയം ഇവിടെ നിന്ന് ശരിയാവില്ല. ഓക്കെ, ഞാൻ പോയിട്ട് വരാം. ഓക്കെ. അവളാണ് നമ്മുടെ മെഡിസിൻ കമ്പനിക്കെതിരെ റിപ്പോർട്ട് നൽകിയത്. അവളുടെ ഒപ്പം ഇരിക്കുന്നത് പുതിയ പണിയാണ് അജ്മൽ ഇസ്മായിൽ. ഇതോടുകൂടി അവർ പൂട്ടണം സാറേ, ഇനിയൊരു അവസരം കിട്ടൂല. ഒന്ന് നോക്കി വെച്ചോ, ആ ചീട്ട് കീറാനുള്ളതാ. ഹലോ, എവിടെയാണ് മോളെ? അതെ ഞാൻ വരുമോ? ബസ് വരുന്നുണ്ട്. ആ ഓക്കെ. എന്താടാ നിർത്താനൊക്കെ ഇത്ര താമസം? തനിക്ക് എന്താണോ കൈ നീടറാ? ഇട്ടില്ലെങ്കിൽ വിടറാ. വാടാ, ഇതാരാടാ? നീയൊക്കെ പെണ്ണുങ്ങളുടെ മേത്ത് തൊടാറായ? നീയൊക്കെ എല്ലാ പെണ്ണുങ്ങളും ഒരേപോലെ വിചാരിച്ചാ? നീയൊക്കെ പ്രതികരിക്കണ പെണ്ണുങ്ങളെ കണ്ടിട്ടില്ല. സാറേ ഞാൻ അവിടെ ഉണ്ട്, വിളിക്കാം. സാറേ വാ, എഴുതേക്ക്. സാർ പ്ലീസ്. ഡോക്ടർ, നിലവിൽ ഇതിന്റെ ഫൈൻഡിങ്സ് ഒന്ന് പറയാൻ പറ്റുമോ? ഒരു ബ്രൂട്ടൽ റേപ്പാണ് നടന്നിട്ടുള്ളത്. തലക്ക് പിന്നിലേറ്റിയ ക്ഷതമാണ് മരണകാരണം. കൂടുതലായി എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയാലേ പറയാൻ പറ്റുള്ളൂ. അണ്ണാ, ആ ചങ്ങാതിയുടെ മോളാണ് അത്. மயிர்மான கில்லாடி. அவர் கை எப்படி தெரியுமா? வந்த சண்டை போடுவாங்க, ஜெல்லு கிட்டுங்க அவருக்கு, தூக்கிடுவாங்க. பெரிய ஆளுங்க, தெரியுமா உனக்கு? മോനെ നട
ആശാനെ ആശാനെ എന്നിട്ട് അങ്ങോട്ട് നോക്കി വട്ടന്മാരെ, എൻ്റെ മോളെ ഇല്ലാണ്ടാക്കിയന്മാരെ ഒരു വെട്ട് വെട്ടാൻ അനുവദിച്ചില്ല നീയൊക്കെ. ചങ്കടാ. അതെന്താണ് വാവ ഞങ്ങളുടെ ആരുമില്ലേ? ഒറ്റ എണ്ണത്തിനെ വെറുതെ വിടാതെ എണ്ണി എണ്ണി കൊടുത്താ വിട്ടേക്കണത്. ഇക്കൊക്കെ അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിലേ മുകളിലേക്ക് എല്ലും ഒരു പ്രാവശ്യം കൂടി കണക്ക് നിർത്തോ പോരെ. അത്രേ ഉള്ളൂ. ഒന്ന് പോയേക്ക. ഒരുമാതിരി സെന്റി ഡയലോഗ് അടിച്ച് ഒരു സീനാക്കല്ലേ. ഇക്ക നമ്മളെ കൊച്ചിനെ തൊട്ടവരാരും ജീവിച്ചിട്ടില്ല. പിന്നെന്താ പ്രശ്നം? ഇക്ക അതൊക്കെ വിട്ട് പഴപോലെ ഹാപ്പി മൂടായിട്ടിരിക്കും. ഇല്ലടാ, അത് ചെയ്തവരില്ലാണ്ടായിട്ടുള്ളൂ. ചെയ്യിച്ചവർ ഇപ്പോഴും ബാക്കിയാണ്. എൻ്റെ മകളെ കൊന്നതുകൊണ്ടോ തിരിച്ചു പണി കൊടുത്തോണ്ടോ പ്രശ്നം തീരുന്നില്ല. അവന്മാർക്കുള്ള ജിംറ്റിന്റെ പണി കൊടുത്തോണ്ട് തന്നെയാ എൻ്റെ മോള് പോയിട്ടുള്ളത്. അവരുടെ ഉദ്ദേശം വേറെയാ. അതിങ്ങനെ തീർത്ത പോരാ. എന്താണ് സീൻ? മറ്റു കാര്യം പറ. ചേട്ടാ, ഇത് വെറുതെ സീനാണല്ല. ഇവന്മാരെ വെറുതെ വിട്ടാ പറ്റൂല. നശിപ്പിച്ച നാറാണൊക്കെ ആക്കണം. ഇക്ക പറ, എന്താണ് പ്ലാൻ? അതേപോലെ അങ്ങോട്ട് സെറ്റ് ചെയ്യാം. എന്താടാ ഓവറായില്ലേ? വിട്ടോ വിട്ടോ. അത് ഇവിടെ നിക്കണ്ട, അത് ശരിയാവൂല. കിറുക്കന്മാരാണ്. അവിടെ ധരിക്ക. ടൈബി, നീ വണ്ടി എടുക്ക. மாதிரி வாழ்க்கை ஒவ்வொரு நாளும் போராட்டம். தெருவுல கை நிறைய பணம், ஆனா மனசுல காயம். கண்ணீர் துடைக்க யாரும் இல்லை. வெற்றியும் தோல்வியும் தனிமை. கருப்பு பணம், கருப்பு சட்டை, கருப்பு கண்ணாடி, சட்டம் தாண்டி நடக்கும் வாழ்க்கை. വെട്ടിമാടിന്റെ ചാവേറുകൾ പനിനീര് കളിക്കാൻ വേണ്ടി എറണാകുളം മാർക്കറ്റിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇക്കാവന്മാരെ പൂട്ടിക്കോ. ഞാൻ അവിടെ ഓടിയെത്തുമെന്ന് തോന്നുന്നില്ല. അവന്മാരുടെ ഫോട്ടോ ഇക്കോ മാർക്കെല്ലാം നമ്മുടെ ടീംസിനെ വിളിച്ച് ലോക്ക് ചെയ്യാൻ പറയാൻ വരാം. പറഞ്ഞോ. എവിടേക്കാ? ഹലോ, എടാ ബിനീഷേ, പറഞ്ഞോ. ഞാൻ നിന്റെ വാട്സപ്പിൽ ഒരു ഫോട്ടോ അയച്ചിട്ടുണ്ട്. കുറച്ച് ആറാൻ പറഞ്ഞ പിള്ളേര് മാർക്കിൽ നിന്ന് ചാടിയുണ്ട്. നീ അവരൊന്ന് നോക്കി വെച്ചേക്ക്. ഞാനിപ്പം അങ്ങോട്ട് എത്തും കേട്ടാ. അത് ഞാൻ ആൾക്കാർ പോയത്. ഓക്കേടാ, വണ്ടി ഇടാം. എന്താടാ? നമ്മുടെ ഇച്ഛാന തീർന്നവരെ പുറകെ വന്നുണ്ട്. ഒറ്റൊരുത്തിന് ജീവനോട് ഓർത്ത്.
ചാളവന്നികളെ പേടിച്ചോടിയത് വിചാരിച്ചാ ഇതേടാ ആടെ ഇപ്പൊ അങ്ങോട്ട് വിചാരിച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ തൊലിപ്പിച്ചിട്ട് പോവാന്ന്. നീയൊക്കെ പണ്ട് ഒരുപാട് ഉണ്ടാക്കി കാണും എന്ന് കരുതി ഇങ്ങോട്ട് കയറാൻ നിൽക്കണ്ട. മൈരമായി നിന്നെ ഇതുപോലെ തിരക്കാൻ അറിയാൻ വേണ്ടല്ല, പക്ഷേ എന്റെ അപ്പനെ നേർവഴിക്ക് നടത്താനും ഉപദേശിക്കാനും നീ വേണം. അതുകൊണ്ട് മാത്രം നിന്നെ ഞാൻ വിടയാണ് കേട്ടാ. പിന്നെ നീയൊക്കെ ഇവിടെ കൊച്ചി കിടന്ന് ഈ വക തോന്നിയ ദിവസം കാണിച്ച നീയൊന്നും ഇനി ഇല്ല. നീ ഒന്നും ദൈവന്മാരെ കണ്ട് പൊളയ്ക്കാൻ നിൽക്കണ്ടോട്ടാ. എന്നാ ചെല്ല് വിട്ടോ, പടിയായിക്കോ. ഈ ചായ ജോണച്ചായനൊന്ന് അർജന്റായിട്ട് കണക്ട് ചെയ്യണം. Excuse sir, your brother is calling from Kerala. ചായ ഞാനാണ് ജോഷുവാണ്. ഇത് എവിടെയാണ് ചായ? ഇവിടെ നടക്കുന്നവല്ല അറിയുന്നുണ്ടോ? നമ്മുടെ ജെറോമാച്ചാനെ തീർത്ഥവന്മാര് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ അവന്മാരെ അലമ്പിനുള്ള ഉറപ്പാണ്. ഇപ്പൊ അവന്മാരെ നമ്മുടെ ക്രിസ്റ്റീനെ പിള്ളേരെ പിടിച്ച് പഞ്ഞിക്കിട്ട് വീണ്ടും അവന്മാരെ അലമ്പാക്കാനുള്ള സീനാണ്. ഈ ചേട്ടൻ അർജന്റായിട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഒന്നുകൂടെ നടപടിയാവില്ല. ഹലോ ചായ അല്ല കേൾക്കുന്നുണ്ട്, അർജന്റായിട്ട് എന്തെങ്കിലും ചെയ്യണോട്ടാ. ആടാ കേക്കണ്ടാ, നീ ഇങ്ങനെ കിടന്ന് തരിക്കല്ലേ. നീ വറീടാവണ്ട, ഞാൻ നോക്കിക്കോളാം. അല്ലക്കാ ഇവർക്കേ വെറുതെ ഒരു വാണിംഗ് മാത്രം കൊടുത്തോണ്ട കാര്യം ഉണ്ടായിരുന്നുള്ളൂ. അവന്മാര് ചെറിയ ചെക്കന്മാരാണെങ്കിലും എന്താണ് അവന്മാരുടെ പൊളച്ചല്? ആ എനിക്ക് അവന്മാരെ മുഖം കണ്ടിട്ട് തന്നെ ഭ്രാന്ത് കയറിയത്. ഏയ് അതങ്ങനൊന്നും അല്ലടാ. നീ മരം വെട്ടിയവരെ കണ്ടിട്ടില്ലേ? ആദ്യം അവരെന്താ ചെയ്യണേ, അതിന്റെ ചില്ലകളെല്ലാം വെട്ടി താഴ്ത്തിടും, എന്നിട്ട് മരവും വെട്ടി താഴ്ത്തിടും. അതിന് ശേഷമാടാ അതിന്റെ വേര് പറിച്ചെടുക്കണത്. മനസ്സിലായ? കേട്ടെടുത്തോളം മറിഞ്ഞെടുത്തോളം വെട്ടിമാടനും മക്കളും വെറും ഒരു പാഴ്മരല്ല, പടുവൃക്ഷമാണ്. ചില്ലകൾ വെട്ടും തോറും മുളകള് പൊട്ടാൻ നല്ല സാധ്യത ഉണ്ട്. അവന്മാർക്ക് അന്നങ്ങാൻ സമയം കൊടുക്കരുത്. കാശ് എറിഞ്ഞിട്ടുള്ള കളിയാണ് അവന്മാരുടെ. നല്ല കണക്ഷനും ഉണ്ടാവും. നമ്മ 3-4 പേരും 2-3 പോലീസുകാരും വിചാരിച്ച എന്തോരം ചെയ്യാൻ പറ്റും.
ദിലു ആ പറഞ്ഞത് പോയിന്റാണ്. അവന്മാർക്ക് നല്ല ആൾബലോ ആയുധബലോ ഉണ്ടോ? സൂക്ഷിച്ചു. എന്റെ സംശയം അതൊന്നുമല്ല. ഈ വൈറസ് ഒക്കെ ഇതേപോലെ സ്പ്രെഡ് ചെയ്യണേസ് നടക്കുമോ? പണ്ട് അമേരിക്കയിലേക്ക് നടന്നിട്ടുണ്ട്. ആദ്യം അവന്മാര് രോഗം പരത്തും, പിന്നെ അവന്മാർ തന്നെ അത് മരുന്നും കണ്ടുപിടിക്കും. അവർക്കൊരു ബിസിനസ്സായി. മരുന്ന് വെച്ചാൽ നടക്കുമല്ലോ. നമ്മുടെ നാട്ടിൽ കോവിഡൊക്കെ വന്ന് ഇതേപോലത്തെ എന്തെങ്കിലും സംഭവമാണോ? എന്തേ തമ്പുരാനറിയാം. നസീറക്കടെ ഫോണാണല്ലോ. അമ്പോ ഇന്റർനാഷണൽ കോളാണല്ലോ. ഹൈടെക് ഹൈടെക്. ഹലോ ഹലോ, ഹൗ ആർ യു? ആരാ മനസ്സിലായില്ലോ? എൻ്റെ പേര് പറഞ്ഞ ചിലപ്പോൾ നിനക്ക് മനസ്സിലാവും. ഐ ആം ജെയിംസ് വെട്ടിമാടൻ. എന്താന്ന് വെച്ചാൽ ഞങ്ങളുടെ ബിസിനസ്സിൻ്റെ ഇടയിൽ കയറി തൻ്റെ മോൾ ഇടപെട്ടതുകൊണ്ടാണ് അവളെ കൊല്ലേണ്ടി വന്നത്. അതിന് പകരമായി നിങ്ങളെൻ്റെ അനിയനെ ഇല്ലാതാക്കി. നൗ അവർ ഗെയിം ഈസ് ഈക്വൽ. ഇതോടെ തീരണമല്ല. അതല്ല, ഇനിയും നിങ്ങളായി ഇത് തുടരാനാണ് ഉദ്ദേശമെങ്കിൽ നസീറെ വിഷമിക്കേണ്ടി വരും. ഒരുപാട് വിഷമിക്കേണ്ടി വരും. നീ കേൾക്കണുണ്ടോടാ നസീറെ? അല്ല, നീ ആരാണ് നിന്റെ വിചാരം? ഈ ഉലകം സൃഷ്ടിച്ച ഉടയമ്പരാനോ? ഒന്ന് പോളപ്പാ. പണ്ട് പാട്ട പുറക്കാണ് നിന്റെ തന്തയുടെ കയ്യില് 10 കാശ് വന്നപ്പോ നിനക്ക് നിന്റെ അനിയന്മാർക്ക് നെകളിപ്പാ. അല്ല, നീ ബിസിനസ് എന്നൊക്കെ പറഞ്ഞല്ലോ. എന്താടാ നിന്റെ ബിസിനസ്? കണ്ണി കണ്ട മയക്കുമരുന്നെല്ലാം കൊടുത്ത് പിള്ളേരെ വഴിയിട്ടിച്ചത്. മരുന്ന് കമ്പനി എന്നും പറഞ്ഞ് ഒരു സാമാനം തുറന്നു വെച്ച് ജനങ്ങളെ മൊത്തം കൊലക്ക് കൊടുക്കുന്നതാണോ നിന്റെ ബിസിനസ്? ഇതിലിപ്പോ ഏതാണെങ്കിലും ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. ഞങ്ങൾ ജീവിച്ചെടുത്തോളം കാലം ഒരു കച്ചവടവും ഇവിടെ നടക്കില്ല. കേട്ടോടാ പൊന്നു മോനെ. എന്നാ പിന്നെ നമുക്ക് കാണാം. ഭീഷണിയാണ്, നമ്മളെ കൊല്ലുമെന്ന്. അടുത്ത ടിക്കറ്റിനുള്ള പരിപാടി ആയിട്ടുണ്ട്. ഇങ്ങോട്ട് വരട്ടെ. വാണിംഗ് ഒന്നും ഇല്ല കേട്ടാ. കണ്ടിട്ട് അലമ്പനാണെന്ന് തോന്നണമൊന്നുമില്ല. സത്യവും നീതിയും നടപ്പിലാക്കേണ്ടവർ അക്രമത്തിനെതിരെ കണ്ണടയ്ക്കുമ്പോൾ ഓരോ കാലഘട്ടത്തിലും ഓരോ തലമുറയിലും ഞങ്ങളെപ്പോലെയുള്ളവർ പിറവിയെടുക്കും. വാളെടുത്തവൻ വാളാൽ. അതാണ് ഞങ്ങളുടെ നിയമവും നീതിയും. അക്രമങ്ങൾക്കെതിരെയുള്ള നിങ്ങളുടെ ഈ പോരാട്ടത്തിൽ നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടാകും എന്ന് കൂട്ടം ഇത് തളിക്കുന്ന കൂട്ട ചോരെ കണ്ടവർ പുതിർന്നവർ ചോര വന്ന നേരെയേറ്റു നിന്നവർ ചോറുന്ന കൈകളിൽ സുരക്ഷിത ചോറ് തട്ടി മാറ്റി നിന്നവർ കാലനായി വന്നനായി വന്നനായി അറുകല കൂട്ടം ഇത് ഇരുതല കൂട്ടം തല കൂട്ടം തറുതല കൂട്ടം